അങ്ങനെ രാവിലത്തെ വീഡിയോ വർക്കായിരുന്നു കേട്ടോ. കുറേ കൂടുതലായിരുന്നു ഇന്ന് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ നേരം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുട്ടിൻ്റെ അകത്തേക്ക് പഴം കട്ട് ചെയ്തിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനെ ഞാൻ സാധാരണ പറഞ്ഞത് ഏകമുദ്ര ദ്വിമുദ്ര എന്നാണ്. കാരണം ഇന്നലെ പുട്ടും പഴവും പച്ചക്ക് തന്നെ പഴം കൊടുത്ത്, ഇന്നിപ്പോൾ പുട്ടും പഴവും സെയിം അത് തന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് അത് മുറിച്ചിട്ടിട്ട് വേവിച്ചെടുത്ത് അങ്ങനെ ഏകമുദ്ര ദ്വിമുദ്ര എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് ഇന്ന് ചെയ്ത്. അങ്ങനെ ഇന്നത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി വേഗം തന്നെ തീർന്ന്. തേങ്ങ ചിരണ്ടിയത് കുറച്ച് ബാക്കി ഉണ്ടായത് മൊത്തത്തിൽ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ എല്ലാം ചിരണ്ടി വെക്കണം. തേങ്ങ ചിരണ്ടി വെച്ചാലേ ഞാൻ ഉപയോഗിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പാചകത്തിൻ്റെ ഇടയിൽ തേങ്ങ ചിരണ്ടത് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെ തേങ്ങയുടെ പാചകങ്ങൾ ഞാൻ വേണ്ടാന്ന് വെക്കും. അങ്ങനെയാണ് സാധാരണ. അപ്പോൾ എന്ത് പറ്റും, തേങ്ങ വന്ന് കിടന്നങ്ങ് കൂടും അവിടെ ഉപയോഗിക്കാതെ ആകുമ്പോഴേ. നേരത്തെ നമുക്ക് തേങ്ങയില്ലാതെ നമ്മൾ പുറത്തുനിന്നാണ് മേടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തേങ്ങ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കണം. ഞാനപ്പോൾ അപ്പോഴെടുത്ത് പറഞ്ഞു, കുറച്ചൊരു 10-15 വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയിട്ട് 1-2 കിലോ വെളിച്ചെണ്ണ കിട്ടുമല്ല എന്ന് പറഞ്ഞെങ്കിലും പപ്പക്ക് അതിനുള്ള ഒരു സാവകാശമൊന്നും കിട്ടിയിട്ടില്ല. നേരത്തെയൊക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ ആട്ടിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ആയിരുന്നു. കുറേ തേങ്ങ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊന്നും തേങ്ങ എടുക്കണില്ല. നമ്മളുടെ മറ്റേ വീട്ടിൽ നിന്നൊന്നും തേങ്ങ ഒന്നും എടുക്കണില്ലല്ലോ. മറ്റേ തേങ്ങയും കൂടി ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടാതെ നിവർത്തിയില്ല. അത്രയും നമുക്ക് ആവശ്യമില്ല അതിന് വേണ്ടി തേങ്ങ. അപ്പോൾ ഞാൻ തുടക്കാനും മേടിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ പപ്പ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മട്ടാഞ്ചേരിയിൽ കടയിലേക്ക് പോകണം കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞാൽ പണിക്കാരൊന്നുമില്ല. ഇപ്പം നമ്മളവരെ വിളിക്കണില്ല. കാരണം അവർക്ക് ആളെ കിട്ടാതെ പണി തീർത്ത് തരാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളവരെ പിന്നെയും വിളിച്ച് ശല്യം ചെയ്യരുത്. അതുകൊണ്ട് അങ്ങനെ ഇനി വരുമ്പോൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കണേ. അപ്പോൾ അച്ചുവിന് ഭയങ്കര വിഷമമുണ്ട് സംഭവം. പണിക്കാരെ കിട്ടുന്നില്ലല്ലോ ഇത് ചെയ്യാനായിട്ടെന്നുള്ളത്. ഇനി വരുമ്പോൾ വരട്ടെ, നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാൻ വേഗം എൻ്റെ തുടക്കലും കഴുകലും എല്ലാം ചെയ്യണേ. എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോലികൾ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നും. അവർക്കങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്കും ചെയ്യാമല്ല. മടി പിടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വേഗം ചെന്നിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനങ്ങനെ എനിക്ക് വേറെ ആളുകളുടെ വ്ളോഗുകളിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണണം, ക്ലീനിങ് കാണണം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ തേങ്ങ ഇരണ്ടി വെക്കണമല്ലോ. അപ്പോൾ പപ്പനെ കൊണ്ട് തന്നെ ഞാൻ തേങ്ങ പൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പുതിയ തേങ്ങ, 1 പഴയ തേങ്ങ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 1 പഴയ തേങ്ങ എന്ന് പറയുമ്പോൾ അത് ഉണക്കത്തേങ്ങയാണ്. അത് നമുക്ക് വറുത്തരക്കാൻ നല്ലതല്ല, ഉണക്കത്തേങ്ങയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറുത്തരക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉണക്കത്തേങ്ങ. നേരത്തെയും ഞാൻ അങ്ങനെ തന്നെ ഒരു തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകറി ഉണ്ടാക്കിയില്ലേ, അന്ന് ഇതുപോലെ തന്നെയായിരുന്നു. 2 പച്ചത്തേങ്ങയും 1 ഉണക്കത്തേങ്ങ എടുത്ത് അങ്ങനെ അതിൻ്റെ തേങ്ങ വെള്ളമെല്ലാം ഞാൻ എടുത്തിട്ട് പപ്പ വരുമ്പോൾ കൊടുക്കാൻ. കാരണം പപ്പ കടയിൽ പോയിട്ടൊക്കെ വരുമ്പോൾ വേർത്ത് ദാഹിച്ചൊക്കെയല്ലേ വരിക. അപ്പോൾ കൊടുക്കാം. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വെള്ളം. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു തേങ്ങ വെള്ളം നല്ലതാണ് കേട്ടോ. അങ്ങനെ കാരണം പച്ചത്തേങ്ങയുടെയൊക്കെ തേങ്ങ വെള്ളം നല്ല ടേസ്റ്റാണ്. അതൊന്ന് അരിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടാ ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടി അങ്ങോട്ട് വെക്കുക. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് ബിരിയാണിക്കുള്ള റൈസൊന്നും ഇല്ല. ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ. കാരണം നമ്മുടെ റയൻ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞ് നിൽക്കണോണ്ട് തന്നെ ബിരിയാണിയുടെ റൈസൊന്നും ഞാനങ്ങനെ മേടിപ്പിച്ച് വെച്ചില്ല. അവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ ബിരിയാണിയൊന്നും വെക്കൂല. പക്ഷേ റയൻ്റെ പോക്കിങ്ങനെ ഭയങ്കര അപ്രതീക്ഷിതമായ ഡിലേ വരണോണ്ട് തന്നെയും അന്ന് ഇന്ന് ഇത്തിരി ബിരിയാണി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പപ്പയുടെ അടുത്ത് റൈസ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എങ്കിലും ഇന്ന് ബിരിയാണി ഉണ്ടാക്കൽ നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിക്കൻ ഞാൻ നേരെ എടുത്ത് വീണ്ടും ഫ്രീസറിലേക്ക് വെച്ച്. കാരണം ചോറും കറി വെക്കണം. പപ്പക്ക് ചോറൊന്നുമില്ല. അപ്പോൾ ചോറ് വെക്കണം, എന്തെങ്കിലും കറി വെക്കണം. ബീഫ് കറി ബാക്കിയുണ്ട് എങ്കിൽ തന്നെയും വേറെ എന്തെങ്കിലും വെക്കണം. അപ്പോൾ പണി കൂടി പോകും. പിന്നെ ആണെങ്കിൽ പപ്പ റൈസൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ താമസിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഏതായാലും ഷാജിനൊന്ന് വിളിച്ചപ്പോഴത്തേക്കും ഷാജി പറഞ്ഞ് സ്രാവൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്
ഇപ്പോഴായിട്ട് അങ്ങനെ മീൻ കുറേ നാളായിട്ട് മേടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വിളിച്ചതാണ്, വരാത്തതുകൊണ്ട് ഇങ്ങോട്ട് ആൾ. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്രാവ് ഒട്ടും തന്നെ എനിക്ക് ക്ലീൻ ചെയ്തെടുക്കണതും കഴിക്കണതും ഒന്നും എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. എങ്കിലും പപ്പക്കും റയനും ഇഷ്ടമാകും എന്ന് പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്, റയനും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു തന്നെ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, സ്രാവ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഷാജി സ്രാവ് കൊണ്ടുവരുമ്പോൾ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ്, എങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ ഉണക്ക തേങ്ങ വേഗം അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പപ്പ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് തേങ്ങ വെള്ളമൊക്കെ കുടിച്ച് സെല്ലാ റൈസൊക്കെ മേടിച്ച് വൈറ്റ് സെല്ലാ റൈസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു 2 ചുള വെളുത്തുള്ളിയും 2 ചുള ചെറിയുള്ളി മാത്രം ഇട്ടിട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുരുമുളകും കൂടി ഒരു 10-15 കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഈ കുരുമുളകില്ലേ ഭയങ്കര ചെറിയ കുരുമുളകാണ് കേട്ടോ, അതുകൊണ്ട് അത് കരിഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇത് ഏകദേശം ഒന്ന് ആയി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തത്. വലിയ കുരുമുളകൊക്കെ ആണെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ഇടാം. നല്ല എരിവുള്ള കുരുമുളകാണെന്ന് ആൽബി കൊണ്ടുവന്നില്ലേ ഞങ്ങളുടെ അയൽവാസി, ആ കുരുമുളക് ഭയങ്കര ചെറുതാണ്. അപ്പോൾ അത് ഈ സമയത്ത് ഇട്ട് കൊടുത്ത കരിയുണ്ടില്ല എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ പൊടി ഇടണേ കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടിയും ഒരേ അളവിൽ തന്നെ എടുത്തേക്കണത്, മഞ്ഞൾപ്പൊടി പേരിന് മാത്രമാണ് ഇട്ടേക്കണത് കേട്ടോ. ഈ ഒരു കണക്ക് പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയ ഒരു കണക്കാണ് കേട്ടോ. എനിക്ക് വറുത്തരപ്പിനോട് വലിയ എനിക്ക് അത് പെർഫെക്റ്റായിട്ട് സാധനം കിട്ടാറില്ല. അബദ്ധം പിണഞ്ഞ് പെർഫെക്റ്റ് ആയാലേ ഉള്ളൂ. അങ്ങനെ ഇന്ന് അബദ്ധം പിണഞ്ഞ് പെർഫെക്റ്റ് ആയ ദിവസമായിരുന്നു. അപ്പോൾ ഇതാണ് കിട്ടിയേക്കുന്ന 2 കുഞ്ഞു സ്രാവ്. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. അപ്പോൾ ഒരു ബക്കറ്റിൽ ഞാൻ ചൂടുവെള്ളമാണ് എടുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പം നമ്മളില്ലേ ഈ വക സംഭവങ്ങൾ ബക്കറ്റിലൊക്കെ ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ക്ലീനായിട്ട് കിട്ടും. കാരണം അത് മുങ്ങിക്കിടക്കാൻ വേണ്ടും വെള്ളമുണ്ട് അതിനകത്ത്. അപ്പം ഞാനത് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ വെള്ളം ഒരു 80% 80 ഡിഗ്രിയിൽ ചൂടായി കിടക്കുന്ന വെള്ളമാണ്, അല്ലാതെ ഇങ്ങനെ 100 ഡിഗ്രി തിളച്ച വെള്ളമല്ല. അപ്പോൾ ആ വെള്ളത്തിലേക്കാണ് ഈ സ്രാവിനെ ഇട്ടിട്ട് ചെറിയൊരു ചൂട് കയറുമ്പോൾ തന്നെ കല്ലിലേക്ക് വെച്ചിട്ട് ഉരക്കാൻ തുടങ്ങി പുറത്ത്. അപ്പോൾ ഒരെണ്ണം ഉരക്കുമ്പോൾ മറ്റേതാ വെള്ളത്തിൽ കിടന്ന് ഒരുവിധം പരുപോകും. അപ്പോൾ അതിനെടുത്ത് ഉരക്കാൻ തുടങ്ങി. അപ്പോൾ ഓവറായിട്ട് മാംസം വെന്ത് പോകാതെ തന്നെ നല്ല ക്ലീനായിട്ട് ഇതിൻ്റെ അഴുക്ക് പോയി കിട്ടും. കല്ലിൽ ഉരച്ചെടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ കത്തി വെച്ച് പഠിക്കുമ്പോഴത്തേക്കും ശരിക്കും ഒരുവിധം ചൂട് കയറിയാലേ കത്തി വെച്ച് പഠിച്ചാൽ പോകുള്ളൂ. ഇതാവുമ്പോൾ അധികം ചൂട് കയറി മീനിൻ്റെ ടേസ്റ്റ് പോവുകയില്ല, എന്നാൽ നമുക്ക് വേഗം ആ അഴുക്കെല്ലാം കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ മീനൊക്കെ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ തേക്കണം, ഇങ്ങനെ ചട്ടിയിലിട്ട് തേക്കൂലേ ഈ ചാളയൊക്കെ, അത് ബക്കറ്റിൽ ഉപ്പിട്ടിട്ടാണ് സാധാരണ തേക്കണത്. അപ്പോൾ ആ ബക്കറ്റ് നമ്മൾ കഴുകി എടുത്തിട്ട് ചെയ്തിട്ട് പിന്നെ ആ ബക്കറ്റ് നല്ല രീതിയിൽ കഴുകി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലേ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ ഭാരം കൂടും നമുക്ക് പണിയുടെ, കാരണം പല ട്രിപ്പായിട്ടിട്ട് തേച്ച് കഴുകേണ്ടി വരും കുറച്ചായിട്ട്. ഇതാകുമ്പോഴേ വേഗം പണി കഴിയും. അതുപോലെ ഒരു ഊട്ടയുള്ള കൊട്ടയും കൂടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് കമത്തിയാൽ മതി. വീണ്ടും കഴുകുക, അതിനകത്തേക്ക് കമത്തുക, വീണ്ടും കഴുകുക, കമത്തുക, എളുപ്പത്തിൽ. അങ്ങനെ വാരി ഇങ്ങനെ എടുക്കുന്ന പണിയൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്തിരി വാരി എടുക്കൂലേ കഴുകി എടുത്തിട്ട്, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എനിക്ക് വേഗത്തിൽ എൻ്റെ ഇത് ക്ലീനായി കിട്ടി. എൻ്റെ തലഭാഗം ഒറ്റ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പപ്പയ്ക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ കട്ട് ചെയ്ത് കളയണം, തലയും കൂടി ഇടണമെന്നേ പറയുള്ളൂ. എന്തോ എനിക്ക് തല ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. ഞാനിത് കഴിക്കാത്തൊരു സാധനമാണ്. എങ്കിലും ഞാൻ വിചാരിച്ചു വേറെ കറിയില്ലാത്ത സ്ഥിതിക്ക് ഇത് കഴിക്കണമല്ല എന്നും പറഞ്ഞ് ഞാൻ ആ തല കളഞ്ഞപ്പോൾ പപ്പയ്ക്ക് അത്ര ഇഷ്ടമില്ല. അറ്റത്തെ തലഭാഗം ഉണ്ടാ കളഞ്ഞു, മൊത്തത്തിലൊന്നും കളഞ്ഞില്ല. എന്നിട്ട് ആ വയറിൻ്റെ ഭാഗം മാത്രം ഒന്ന് കീറിയിട്ട് അതിനകത്തുള്ള അഴുക്കെല്ലാം കളഞ്ഞ് നല്ല ക്ലീനായിട്ട് എടുത്ത് വെച്ച്. അപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം ഇത് കണ്ടപ്പോൾ. വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം ഈ സാധനം. അപ്പോൾ തേങ്ങ അരപ്പ് ആക്കാനായിട്ട് വെള്ളമില്ലാതെ ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ മിക്സി അരച്ച് ഇങ്ങനെ ഇളക്കി വീണ്ടും അരച്ച് വീണ്ടും ഇളക്കി ഒരുപാട് തവണ ഇളക്കിയാലാണ് അതൊന്ന് അരഞ്ഞ് കിട്ടണത് കേട്ടോ. അത് സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ ആ ബ്ലേഡ് ചുമ്മാ കിടന്ന് കറങ്ങിയുള്ളു. അപ്പോൾ അങ്ങനെ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. എണ്ണ തെളിയുന്ന പോലെ ആയില്ല, കാരണം ഉള്ളിയും വെളുത്തുള്ളിയും ചേർന്നെടുക്കണതുകൊണ്ടാണ് ആ എണ്ണ തെളിയുന്ന പോലെ ആകാതിരുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ചേർന്നിട്ടില്ലെങ്കിൽ ഇത് നല്ല എണ്ണ ഒഴുകുന്ന രീതിയിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒരു ഇത്തിരി ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, വേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ രീതിയിൽ മൊരിയിച്ചിട്ട് ഈ അരപ്പ് ഇട്ട് ഉടനെ തന്നെ നമുക്ക് പുളി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടത് അതും ഈ അരപ്പിൻ്റെ വെള്ളം കലക്കി എല്ലാം കൂടി ഇങ്ങോട്ട് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ മീനിടുക. അധികം വേവില്ല, ചെറുതല്ലേ ഈ മീൻ,
അധികം വേവില്ല. എണ്ണ തെളിഞ്ഞ് കാണുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇത്രയും രുചിയായിട്ട് ഞാൻ ഇതുവരെയും വറുത്തരച്ച കറി വെച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഈ മീൻ കറി. അത്രയും രുചിയായിരുന്നു. ഞാൻ സാധാരണ തെരണ്ടി സ്രാവൊക്കെ ഇതുപോലെ വെച്ചാലും ഞാൻ കഴിക്കാറില്ല. എനിക്കതൊട്ടും തൃപ്തിയല്ല. ഇതിൻ്റെയൊക്കെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു കറിയുടെ ഭയങ്കര നല്ല ഒരു ഭയങ്കര ഒരു എനിക്ക് ഞാൻ തന്നെ ഷേക്ക് ഹാൻഡ് ചെയ്ത ഒരു പാചകമായിരുന്നു ഇന്നത്തെ മീനിൻ്റെ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എന്താണ്, ഈ മീനിങ്ങനെ ഇടുമ്പോഴേക്കും ഈ മീനിന് എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു അരപ്പറന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ റയൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ റയൻ പറഞ്ഞു, മമ്മി ഇത് എന്തിനാ മേടിച്ചത്, ഞാനൊന്നും കഴിക്കൂലട്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കങ്ങോട്ട് ടെൻഷനായി. ദൈവമേ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും, എല്ലാം കൂടി ഇട്ട് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചത്. ഇത്ര എടുത്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റി. പക്ഷെ അതും കൂടി ഇട്ടാൽ മതിയായിരുന്നേ, അത്രയും ടേസ്റ്റായിരുന്നു. ഞാനും കഴിക്കാത്ത ആളാണ്. ബീഫ് കറി ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ നിൽക്കണത്. പക്ഷെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, എൻ്റെ കൺട്രോൾ പോയി. അത്രയും ടേസ്റ്റുള്ളൊരു നല്ല മീനുമായിരുന്നു എന്ന് തോന്നണം, അതാണ് അത്രയും ടേസ്റ്റ് വരാൻ കാരണം. അങ്ങനെ ബാക്കി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോൾ നമ്മുടെ സാറ്റിനമോൾ തന്ന ഈ സംഭവം ഞാൻ എൻ്റെ പൊക്കത്തിന് കാണാൻ വേണ്ടി താഴേക്ക് ഇറക്കി വെച്ചാണ്. മുകളിലാണ് വെച്ചത്, എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലാണ് അതിൽ. പക്ഷേ എനിക്ക് കാണാനായിട്ട് അത് എത്തി നോക്കണം. അപ്പം ഞാനത് താഴേക്ക് ഇറക്കി വെച്ചതാണ് കേട്ടോ അവിടെ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയും നോക്കാമല്ല, അത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക്. പിന്നെ ഇതിൻ്റെ സൈഡ് കറിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അഗാരോൻ്റെ ചോപ്പറങ്ങാണ്ട് എടുത്ത് അതിനകത്തേക്ക് ഇത്തിരി പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഈ ക്യാരറ്റ് ക്ലീൻ ചെയ്ത് അതും ഇട്ട് റയനെ വിളിച്ചിട്ട് റയൻ വേഗം തന്നെ അത് റയന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ചെയ്യാൻ. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് നമുക്കിതിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അത് റയനെ വിളിച്ചപ്പോൾ റയന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ റയനെ വിളിച്ചിട്ടുണ്ട്. റയൻ ഓടി വരും കേട്ടോ, എന്ത് തിരക്കാണെങ്കിലും റയൻ പറയും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓടി വരും കേട്ടോ. അങ്ങനെ റയൻ വേഗം തന്നെ ഓടി വന്നിട്ട് അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇട്ടോളാൻ പറഞ്ഞ്. ഇന്ന് ഞാൻ കടുക് പൊട്ടിക്കാതെയാണ് ഈ പരിപാടി ചെയ്യണത്. കടുക് പൊട്ടിക്കാതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ നമ്മുടെ അഗാരോൻ്റെ ചോപ്പറിനെ കൊണ്ട് ഭയങ്കര പ്രയോജനമാണ് കേട്ടോ എനിക്ക്. അയ്യോ ഇത് നേരത്തെ തന്നെ വേണമായിരുന്നെന്ന് തോന്നുന്ന ഒരു സംഭവം. ഭയങ്കര രസമാണ് ഇത്. കറണ്ടി കുത്തേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെ അതൊരു 3 ട്രിപ്പായിട്ട് അത് ചോപ്പ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട്, പിന്നെ ഇനി നമുക്ക് ഇത്തിരി തേങ്ങ വെറുതെ ചതക്കാതെ വെറുതെ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ തേങ്ങയും കിടക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനി ഇത്തിരി ഉള്ളിയും കൂടി ഇതിൻ്റെ അകത്തുനിന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളി ചതച്ചങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉള്ളിയും ഇപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ട് ആക്കി ഇട്ടിട്ടുണ്ട്. ഉള്ളി ഞാൻ പൊളിച്ചിട്ടില്ല. അപ്പോൾ ഉള്ളി ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ളി പൊളിച്ചിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചതച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് വെച്ചാൽ മതി. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിക്കകത്ത് നമുക്ക് ഭയങ്കര അടുക്കി പിടിക്കാതെ ഒരു തരി വെള്ളം ഒഴിക്കാതെ നല്ല ക്ലീനായിട്ട് അടിവശമൊക്കെ ഇരിക്കും കേട്ടോ. ഒട്ടും അടിയിൽ ഒന്നും പിടിക്കില്ല. നമ്മൾ സ്റ്റീലിൽ ചെയ്യുന്നതിനാലും എനിക്കിഷ്ടം ഇതിൽ ചെയ്യുന്നതിനാലും. പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാനിത് എടുക്കാത്തത് കേട്ടോ. ഇതിപ്പോൾ ഏതായാലും നമ്മൾ ഉപയോഗിച്ചില്ലേ ഈ ഒരു ചട്ടി നല്ല അതായത് സ്മൂത്തായിട്ടിരിക്കണം, എണ്ണയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടിരിക്കണം, ഒട്ടും കറിയൊന്നും ഇല്ലാതിരിക്കണം. കുറേ പ്രാവശ്യമില്ല ഇപ്പോൾ പലഹാരം ഉണ്ടാക്കാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ടേക്കണം. അപ്പോൾ അങ്ങനെ നല്ല ഇതായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇത്തിരി തേങ്ങയും വേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് അത് ഇളക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കറി തിളച്ച് നെയ്യൊക്കെ ഒരുവിധം തെളിഞ്ഞ് വരണുണ്ട്. അപ്പോൾ ഇനി ഓഫ് ചെയ്യാനുള്ള ടൈം. അപ്പോൾ ഞാൻ പപ്പടടിച്ച് അത് ചോദിച്ചു, ഇതിനധികം വേവുണ്ടാവും. അപ്പോൾ അത് വേയില്ല, അത് വേഗം നിർത്തിക്കോ, കാരണം അത് അധികം വലിയ സ്രാവല്ലല്ലോ എന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ ഗാരോൻ്റെ ചോപ്പറിൽ നമ്മൾ ഈ ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരുപാട് അങ്ങോട്ട് അരിഞ്ഞ് പോകണ്ട. ഈ ഒരു കണക്കിന് നമ്മൾ തോരൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടാ. ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കുക പാചകം കഴിയുമ്പോൾ. അതായത് ഞാൻ കുറച്ച് ചൂടൊക്കെ ഇരുന്നിട്ടൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ആ ഒരു പച്ച വെളിച്ചെണ്ണ ടേസ്റ്റ് അങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണയിട്ട് ഇങ്ങനെ കറിയിൽ ഇടുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ച വെളിച്ചെണ്ണ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചില കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ അവൻ ഹെൽപ്പ് ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പാട്ടും വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ, ഇത് ലാപ്ടോപ്പിൽ. പിന്നെ അവൻ്റെ വർക്കും അവൻ്റെ അല്ല എനിക്ക് വേണ്ടിയിട്ടുള്ള വർക്കാണ് അവൻ ചെയ്യണം കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യണം.
അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും ഇവിടെയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇപ്പം നമ്മൾ സ്രാവൊക്കെ കഴുകുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ. പക്ഷേ ഇന്നിപ്പോൾ ഞാനെല്ലാം പുറത്തിട്ട് തന്നെ കഴുകി കല്ലിൽ തേച്ചൊരച്ചൊക്കെ എടുത്തുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ നല്ല രീതിയിൽ നമ്മൾ ഫിനൈലൊക്കെ തളിച്ച് ആ സ്മെല്ലെല്ലാം കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഒടിഞ്ഞു പോയിട്ടാ നമ്മുടെ ഈ ടിഷ്യൂ റോൾ ഇടണ അത് ഒടിഞ്ഞു പോയി. തലേന്ന് ഒടിഞ്ഞതാണ് കേട്ടോ, രാത്രി ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ അത് പുതിയത് ഓർഡർ ചെയ്യണവരെ എവിടെയെങ്കിലും ഇതിനൊന്ന് കൊളുത്തി ഇട്ടില്ലെങ്കിൽ അതും പിടിച്ചുകൊണ്ട് ഞാൻ നടക്കണമായിരുന്നു. അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞത്, പപ്പ ഓടി വന്നിട്ട് ഈ സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്ത് ഇവിടെ ഒന്ന് കൊളുത്തിയിട്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ അതവിടെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വെച്ച് തന്നു. നമ്മുടെ സ്റ്റാൻഡിൽ പിടിപ്പിച്ച് വെക്കുമ്പോൾ ഒരു ബലമില്ലാത്ത പോലെയാണ്, എപ്പോഴും അതിങ്ങനെ കുലുങ്ങിയാൽ നിൽക്കുക ഓരോ പേപ്പർ എടുക്കുമ്പോൾ. ഇതിപ്പോൾ ഇല്ലേ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കുലുക്കോ ഇല്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സ്റ്റാൻഡ് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതവിടെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല പോലെ. അത് ഇനിയിപ്പോൾ ഒരിക്കലും അത് ഒടിഞ്ഞു പോകാൻ വഴിയില്ല, അത്രയും നല്ല രീതിയിൽ പപ്പ അവിടെ ഫിക്സാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യം റെഡിയായി. ഇനിയിപ്പോൾ റയൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. റയൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഏതായാലും റയൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അന്ന് പിന്നെ വൈകുന്നേരത്തെ ഒരു സ്നാക്ക് കൂടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കിച്ചണിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂട്ടായിട്ട് സംസാരിച്ച് നിന്നിട്ട് കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാമല്ലോ. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മുടെ ചാനലിലൊക്കെ പണ്ട് ഞാൻ സ്ഥിരമായിട്ടൊക്കെ ചെയ്തിരുന്നൊരു കേക്കാണത്. അത് ഞാൻ മറന്നിരിക്കണമായിരുന്നു സത്യത്തിൽ. ഇപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കേക്ക് ഞാൻ ചെയ്തിരുന്നല്ല, ഞാൻ തന്നെ മറന്നുപോയി. അപ്പോൾ അതൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പപ്പക്ക് ചോറെടുക്കണേ. അപ്പോൾ കറി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കറിയാണ്. അയ്യോ പറയാതെ പറ്റില്ല. ഞാനിത് കഴിച്ച് അവിടെ കുറേ നേരം ഇരുന്ന് വീണ്ടും കറി ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പപ്പയുടെ തന്നെ, പപ്പ ഇത് ഇത്രയും ടേസ്റ്റ് ആകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആ മീനിൻ്റെ പീസ് കുറച്ചെടുത്ത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച്. അപ്പോൾ പറഞ്ഞ് അത് പുളിയിട്ട് വേവിക്കും, ഉപ്പും പുളിയിട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞ്. ഞാൻ പിന്നെ അത് വേണ്ട, ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും പോയാലോ, അത് ഇങ്ങനെ തന്നെ കഴിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ കഴിക്കണേണ് കേട്ടോ. അപ്പോൾ ഇന്ന് റയനും കഴിച്ചേട്ടാ. അപ്പോൾ റയന് വലിയ ഇഷ്ടമൊന്നുമല്ല. റയൻ പറഞ്ഞ് മമ്മി എനിക്ക് ഈ കറി ഇഷ്ടമല്ല, പക്ഷേ എങ്കിലും ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് കഴിച്ചേട്ടാ. പപ്പ കൊള്ളാമെന്നൊക്കെ പറയണം. അപ്പോൾ അപ്പുറത്ത് പാട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടല്ലോ, അത് പ്രീ ഹീറ്റ് ആകുന്ന ആ ഇത് കഴിയുന്ന ആ ഒരു അറ്റ സമയത്താണ് നമ്മൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കരുത്. അപ്പോൾ ഏറെക്കുറെ പ്രീ ഹീറ്റ് അരമണിക്കൂറോളം പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കില്ലേ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതിനകത്ത് ആദ്യം നമ്മൾ അരക്കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചത്. അതിനകത്തേക്ക് ഒരു മുട്ടയും അരക്കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലും അരക്കപ്പ് വെജിറ്റബിൾ ഓയിലും, പിന്നെ ഇത്തിരി വാനില എസൻസും, പിന്നെ ഒരു നുള്ളു ഉപ്പും, ഇത്തിരി ബേക്കിംഗ് സോഡയല്ല, ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇന്ന് ഇട്ട് കൊടുത്തത്. ബേക്കിംഗ് സോഡ ആയാലും മതി, കുഴപ്പമില്ല. പിന്നെ ഇത്തിരി ഇത് എന്താണ് ഉപ്പ് ഒരു നുള്ള്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇത്തിരി വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് വരും. ഈ ബേക്കിംഗ് സോഡയൊക്കെ നല്ല ബേക്കിംഗ് പൗഡറൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഒരു പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു കേക്കിന് കൈ അഴുക്കാകാതെ ഉണ്ടാക്കാവുന്നൊരു കേക്കെന്ന് പറയാം. കാരണം കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ മിക്സിനകത്തേക്ക് ഇട്ടിട്ടാണ് ചെയ്യണത്, കയ്യിലൊന്നും തന്നെ ആകില്ല. അപ്പോൾ ഇത് നല്ല പതഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ട്. ചൂടാക്കി കളയരുത് കേട്ടോ. ഹൈ സ്പീഡിൽ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്യണം. എന്നിട്ട് ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും നല്ല കറക്റ്റായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഹൈ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്തൊരു ഇത്തിരിയും കൂടി പാലൊഴിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നിയെങ്കിലും ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പം ഞാൻ വേഗം ബട്ടർ പേപ്പറൊന്നും കട്ട് ചെയ്യാനുള്ള ഒരു ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തിരി ഓയിൽ ഇട്ട്, ആ കപ്പിൻ്റെ അകത്തുള്ള ഓയിലാണ് കേട്ടോ, അത് തന്നെ നമ്മളിപ്പോൾ മെഷറിങ് കപ്പ് എടുത്തില്ലേ അതിനകത്തുള്ള ഓയിൽ തന്നെ ഇതിനകത്തൊന്ന് ഇതാക്കിയിട്ട് പിന്നെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൂടി കൊടുത്തേട്ടാ. അത് മതി, വിട്ടു പോകുന്നോളും പെട്ടെന്ന് തന്നെ
തന്നെ. അപ്പോൾ ഇന്ന് എനിക്കിത്തിരി മടി, പാത്രം എടുത്ത് വെച്ചിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഞാനൊരിത്തിരി മടിയായി. അതുകൊണ്ടാണ് ഞാനിന്ന് ഓവനിൽ വെച്ചത് കേട്ടോ. ഓവനിൽ വെച്ചത് കൊണ്ടാണ്, എന്താണ് ഓവൻ്റെ കേടാണ് എന്താണ് 8ൻ്റെ പണിയായിപ്പോയി കിട്ടിയത്. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഭയങ്കര മഞ്ഞ കേക്കാണ്. ആ കേക്ക് വന്ന കോലം കാണുമായിരുന്നു. അപ്പോൾ പ്രീ ഹീറ്റും ചെയ്ത് എല്ലാം കഴിഞ്ഞ് 180 ഡിഗ്രിയിലാണ് ഞാൻ ഇട്ടത് കേട്ടോ. ഇനി അതൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ പല ഇതായിട്ടും കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. ഇതിപ്പോൾ സംഭവം ഞാനൊരു 25 മിനിറ്റ്, കാരണം ഓവനിലാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ അത്രയും സമയമില്ല. എങ്കിലും 25 മിനിറ്റ് ഞാൻ ഇട്ട്, 25 മിനിറ്റ് പോരെന്നുണ്ടെങ്കിൽ പിന്നെ കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ 25 മിനിറ്റ് ഇട്ട് ഒരു 12 സംതിങ് ആയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും കേക്ക് ഇതേ പൊട്ടി വിടർന്ന്. അങ്ങനെ കുത്തി നോക്കിയപ്പോഴത്തേക്കും ഒരു തരി പോലും സ്ക്വയറിലാകണില്ല. എല്ലാം കൊണ്ടും പെർഫെക്റ്റ്. ഇതിങ്ങനെ പൊട്ടി വിടർന്നുകൊണ്ട് ഞാനിത് പുറത്തേക്ക് വെച്ച് 12.5 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ സംഭവം അവിടെ ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ താഴേക്ക് ഇങ്ങോട്ട് പോയപ്പോഴാണ് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും വെന്തിട്ടില്ല. അന്നേ നമ്മൾ സ്ക്വയർ കൊണ്ട് കുത്തുമ്പോൾ ഒന്നും ആകില്ല ആ രീതിയിൽ എന്തോ. പക്ഷെ നല്ലൊരു ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇപ്പോൾ എന്ത് തന്നെ ആയാലും ഈ കേക്ക് അടുത്ത ദിവസം ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കും. ഇപ്പം തന്നെ എനിക്ക് ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ആകെ തളർന്നു. നമ്മളിന്ന് ഈ സ്രാവ് ക്ലീനിങ്ങും തേങ്ങ വറുത്തരക്കലും തേങ്ങയുടെ എല്ലാം കൂടിയില്ലേ, ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ദിവസം കാണിക്കാം. എന്തായാലും പെർഫെക്റ്റായിട്ട് ഞാനത് സ്റ്റൗ ടോപ്പിൽ വെച്ച് ചെയ്ത് കാണിക്കാം. എന്തോ എൻ്റെ ഇത് ഓവണിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഇടയ്ക്ക് വരണുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ രാത്രി സന്ധ്യ ആയപ്പോഴത്തേക്കും ഇല്ലേ, പപ്പ ഉണ്ടായിരുന്നില്ല. പപ്പ ഒരു ഫ്രണ്ടിൻ്റെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു, ഒരു അസുഖ രോഗിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കില്ല. പപ്പ ഉണ്ടെങ്കിലാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ സമയം പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ വേണ്ടി ഞാൻ കണ്ട സവാളയും പച്ചമുളകും എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി അവിടെ നിരത്തിയിട്ടുണ്ട്. ആ സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ പപ്പ വന്നു കഴിഞ്ഞിട്ട് രാത്രി ഒരു 8:30 മണിയോടുകൂടിയാണ് പ്രാർത്ഥന ചൊല്ലിയത്. പിന്നെ അപ്പോൾ അങ്ങനെ ആ സന്ധ്യ നേരത്ത് അതെല്ലാം ചെയ്ത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചത് അതൊന്ന് അരച്ച് വെച്ച്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടില്ല, ഇതിൻ്റെ ചോട്ടിലാണ് കിടക്കുന്നത് ഈ ഒരു ബാറ്റർ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വെന്തല്ല ഇങ്ങനെ പൊങ്ങി ഒഴുകിപ്പോയില്ലേ, അത് വെള്ളയപ്പത്തിൻ്റെ ബാറ്ററായിരുന്നു. അല്ല, ഇത് പൊങ്ങപ്പത്തിൻ്റെ വട്ടയപ്പത്തിൻ്റെ ബാറ്ററായിരുന്നു. അപ്പോൾ ഇതും ചൂടുകൊണ്ട് പൊങ്ങി ഒഴുകി പോകാതിരിക്കാനും പപ്പയുടെ അടുത്ത് കുറ്റം പറയാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ വലിയ പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ചിട്ടാ. വലിയ പാത്രത്തിൽ വെച്ച് ഇനി ഒരു പ്രശ്നവും വരണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഈ ഒരു ഇത് കടായി ഇരുമ്പിൻ്റെ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നാണ് കേട്ടോ. നമ്മൾ രാവിലെ ഇപ്പോൾ ഇത് തോരനൊക്കെ ഉണ്ടാക്കിയില്ലേ, അതല്ല, അതുപോലെ തന്നെയുള്ള വേറൊരു കടായി. അപ്പോൾ ആ തോരനുണ്ടാക്കിയ കടായി നല്ല രീതിയിൽ എണ്ണയൊക്കെ കുടിച്ച് നല്ല സെറ്റായി. അതിനി കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ ഇനി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനിയത്തെ പാചകം മുഴുവൻ ഇതിൽ ചെയ്യണം എന്ന് വിചാരിച്ച് ഇതിനെ പുറത്തുനിന്ന് തേച്ച് കഴുകി കൊണ്ടുവന്ന് വെളിച്ചെണ്ണ കേട്ടോ തുടച്ച് വെക്കണേ കേട്ടോ. അപ്പോൾ ഇനി അടുത്തടുത്ത ദിവസത്തിൽ ഇതിനകത്തുള്ള പാചകങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഒന്ന് സീസൺ ചെയ്ത് ആക്കിയെടുക്കാമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇതിൽ തന്നെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എണ്ണയൊന്നും പുരട്ടണ്ട, ഇതിനകത്ത് എണ്ണ ഇങ്ങനെ പിടിച്ചിരുന്നോളൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ രാത്രിയിലെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അവിടെ റൂബി ചിക്കൻ കഴിക്കാതെ ഒരു ഇത്തിരി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പപ്പയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ടിലെ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്കിലെ ഡോർ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ക്ലോസ് ചെയ്യും. കാരണം പുറത്തേക്ക് കഴുകിയ പാത്രങ്ങളൊക്കെ വെക്കാനുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പൂട്ടും. ഇനി അഥവാ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പപ്പയുടെ അടുത്ത് പറയാം അതും കൂടി പൂട്ടിക്കോട്ടാന്ന് പറയുമ്പോൾ പപ്പ പൂട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. നമ്മുടെ സിങ്ക് കഴുകൽ അത് ഇത് എല്ലാം സിങ്കെല്ലാം രാത്രി നമ്മൾ കഴുകിയിട്ടേക്കണം. പിറ്റേ ദിവസത്തേക്ക് ആക്കരുത്. അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങനെ ഇരിക്കും. വീടിൻ്റെ അകത്തൊക്കെ ഒരു കൊള്ളാത്ത മണമായിരിക്കുള്ളൂ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും. അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് ഇതൊരു വല്ലാത്തൊരു ചീത്ത സ്മെല്ലൊക്കെ ഇടും. അപ്പോൾ അത് രാത്രി തന്നെ എല്ലാം കഴുകി
അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കണം. പിന്നെ സവാള എനിക്ക് രാവിലെ തന്നെ എടുക്കണം, ബിരിയാണി ഉണ്ടാക്കാമല്ല. അപ്പോൾ അത് അകത്ത് വെക്കേണ്ട ആവശ്യമില്ല, അതിനവിടെ മൂടിയിട്ട് അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ഫ്ലെയിം ഓൺ ചെയ്താൽ മാത്രം മതി. അങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോണത്. ദേ കാപ്പിക്കുള്ള വെള്ളവും ചോറ് ചൂടാക്കാനുള്ളതും പിന്നെ ദേ ഈ കറി അത്രയും മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. കറി ചൂടാക്കാനുള്ളത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് രാവിലെ വന്നിട്ട് ഈ 3 ബർണറും അങ്ങോട്ട് നോബ് തിരിക്കുക, അത് ചൂടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചണും പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞ് വരണില്ല കേട്ടോ, അവിടെ തന്നെ കിടക്കണേണ്. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് എന്നിട്ട് ആളവിടെ തന്നെ കിടക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ സിങ്ക് ഇങ്ങോട്ട് കഴുകിയിട്ടിട്ട് ബാക്കി പിന്നെ പോയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ സിങ്കും വേഗം കഴുകിയിട്ട് ഇതുമെല്ലാം നമ്മൾ സിങ്കാണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും എല്ലാവരും വായൊക്കെ കഴുകി തുപ്പിയൊക്കെ ഇട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ നേരം കഴിയുന്തോറും ഇരുന്നിട്ട് ചീഞ്ഞിട്ട് ഒരു ബാഡ് സ്മെല്ലായിരിക്കുള്ളൂ രാവിലെ ഉണ്ടാവുക. അതും കെട്ടി നിൽക്കും മുറിക്കകത്ത്, കാരണം നമ്മളെല്ലാം ക്ലോസ് ചെയ്ത് കിടക്കണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കഴുകണം രാത്രി. അപ്പോൾ ദേ റൂബി അവിടെ നിന്ന് കഴിക്കുന്നുണ്ടേ. അപ്പോൾ എല്ലാം പൂട്ടുകയും ചെയ്ത്. അങ്ങനെ ഞാൻ റൈൻ്റെ അടുത്ത് പറഞ്ഞിടാം, അത് കഴിച്ച സ്ഥിതിക്ക് ഇനി അവളെ പുറത്തിറക്കി അവൾക്ക് ചിലപ്പോൾ നമ്പർ 1 നമ്പർ 2 ഒക്കെ പോകേണ്ടി വരും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോഗിനെ പുറത്തേക്ക് ഇറക്കണം. അപ്പോൾ അവർ അത് ശീലമായിക്കണം. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഇവൾക്ക് ശീലമുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ പുറത്തേക്ക് ഇറക്കും. അപ്പം തന്നെ അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്പർ 1 നമ്പർ 2 ഒക്കെ ആവശ്യം പോലെ ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയേക്കും. അങ്ങനെയാണ്. അപ്പോൾ അത് റൂബിക്ക് ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് തന്നെ വേഗം തുറന്നു കൊടുത്തട്ടാ. തുറന്ന് പിന്നെ അവൾ ഇതേ സൈഡിലേക്ക് പോകണേന് കേട്ടോ, പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെ കാണിക്കാതെ നാണമൊക്കെ വരും ചില സമയത്ത്. അങ്ങനെയാണ് ഈ സൈഡിലേക്ക് പോകണത്, നാണം വന്നിട്ട്. അങ്ങനെ ആൾ സൈഡിലേക്ക് പോയി അവളുടെ കാര്യത്തിനൊക്കെ പോയി. പിന്നെ ഞാൻ റയനും കൂടി ഇവിടെ നിന്ന് ഓരോ കോമഡിയൊക്കെ അവൻ പറഞ്ഞ് അതും കേട്ട് ചിരിച്ച് അവനാകെ അപ്സെറ്റാണ്. എങ്കിൽ തന്നെയും അവൻ എന്നെയും ചിരിപ്പിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ പൂക്കൾ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഞാൻ നോക്കട്ടെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതേ നല്ല കട്ട പോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, മെയ് ഫ്ലവേഴ്സ്. അത് നല്ല പോലെ കട്ട പോലെ ആണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പൂവിൻ്റെ ഈ ബൊഗേൻവില്ലയുടെ കളറല്ല, അത് കുറച്ചുകൂടി ഡാർക്ക് കളറാണ്. ബൊഗേൻവില്ല പോലെ കുറേ അധികം ദിവസം നിൽക്കുകയും ഇല്ല, മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അത് പോകും. അങ്ങനെ ദേ റൂബിക്കുഞ്ഞ് വന്ന് കുറച്ച് നേരം ഞങ്ങളവിടെ കറങ്ങി നിന്നിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്, ആരും ഉണ്ടാവില്ല വഴിയിൽ. ഏകദേശം ഒരു 10 മണിക്ക് 10:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ പറഞ്ഞു ഏതായാലും പുറത്തിറങ്ങിയതല്ലേ, ഇത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാം എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് പിന്നെ ദേഹത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ താഴെ പായ് വിരിച്ചാണ് കിടക്കുന്നത്, ഭയങ്കര ചൂടാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്, താഴെ പായ വിരിച്ച് കിടക്കും. മുകളിലൊക്കെ എനിക്ക് കിടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പപ്പ മുകളിൽ പോയിട്ട് AC ഇട്ട് കിടക്കും. ഇതിപ്പോൾ AC എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്, എങ്കിൽ തന്നെ നമുക്കവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. കട്ടിലും കിടക്കയെല്ലാം അവിടെ മാറ്റിയിട്ടേക്കണേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ കിടക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ പപ്പയ്ക്ക് ബെഡ്റൂം അടക്കാതെ കിടക്കുന്നത് ഇഷ്ടമേ അല്ല. അപ്പോൾ കുട്ടികൾ ആരെങ്കിലുമൊക്കെ പെറിച്ചാടാണെങ്കിലും റയനാണെങ്കിലും താഴെ തന്നെ കിടക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് ടോയ്ലറ്റ് സംവിധാനം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരണം. അത് പപ്പയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ തുറന്ന് ആരെങ്കിലും കയറി വരണത്. അതുകൊണ്ട് തന്നെ പപ്പ അവിടെ കിടക്കാറില്ല. പപ്പയ്ക്ക് സ്വസ്ഥമായിട്ട് റൂം പൂട്ടി തന്നെ കിടക്കണം, പ്രൈവസി ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണ് പപ്പ. അതുകൊണ്ട് പിന്നെ അങ്ങനെ റൂം പൂട്ടി കിടക്കാൻ പറ്റില്ല, അവർ മുകളിൽ പോകണ്ടേ, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ മുകളിൽ പോകണം. അപ്പം അങ്ങനെ. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞ് പുറത്തുനിന്ന് കയറി വന്നത് ഇനിയിപ്പോൾ അവളുടെ കൈയും കാലും തുടക്കണം, പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മുഖം തുടക്കണം, അവളുടെ ചന്തി തുടച്ചു കൊടുക്കണം, അങ്ങനത്തെ പണികളൊക്കെയാണ്. അപ്പോൾ റയനെയാണ് ഞാൻ ഏൽപ്പിച്ചതിട്ട് എടാ ഒന്ന് തുടച്ചേക്കടാന്ന് പറഞ്ഞിട്ട് തുടക്കാൻ വന്നപ്പോഴത്തേക്ക് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവൾ അതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കണേണ്. പിന്നെ റയൻ ബലമായി പിടിച്ച് വൈപ്പ് കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വൈപ്പിൻ്റെ സ്മെല്ലുണ്ട്, നല്ല ഒരു ആ സ്മെല്ല് കേട്ടാലും അവൾക്ക് അറിയാം അവൾ അപ്പാഞ്ഞ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കും, എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ അവളുടെ മുഖമൊക്കെ തുടച്ച് കയ്യും കാലും ഒക്കെ കാല് തുടക്കണം കുഴപ്പമില്ല, കയ്യെ തൊട്ടാൽ കട്ട കലിപ്പാണ്. എനിക്കൊന്നും എന്തോ പെയിൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, നഖമൊക്കെ വളർന്ന് എപ്പോഴും ഇങ്ങനെ അങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത കൈകൾക്കുണ്ട് അവൾക്ക് എപ്പോഴും. അതെ, കൈ കുളിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും കഴുകാൻ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പം അങ്ങനെ ഇവൾ ദേഷ്യപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് ഇവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഹാർഡായിട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇവൾ നിന്നൊന്നും തരൂല. ആക്കേ ഇത് കണ്ടില്ലേ, ഭയങ്കരമായി കിടന്ന് കാറിനാണ് ആള്. കാല് 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 കാല്
സെറ്റ് കൊച്ചിനെ കട്ടിലേക്ക് എന്നെ കൊടുക്കടാ. ഇവിടെ വേണ്ട. ഇങ്ങോട്ട് വാടാ കുഞ്ഞിട്ട്. അങ്ങനെ റൂബിയുടെ കലിപ്പൊക്കെ കഴിഞ്ഞ് അവനും പോയി. പിന്നെ ഞാൻ കുറച്ചധികം നേരം ഇരുന്ന് വീഡിയോ വർക്കൊക്കെ ചെയ്ത് കിടന്നപ്പോൾ ഈ ഒരു സമയമായി. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്